വെൽക്കം ടു എജുപോഡ്. ഇറ്റ്സ് മീ നിംന. മക്കളെ, നമ്മുടെ എക്സാം ഇങ്ങ് വന്നെത്തിക്കഴിഞ്ഞ് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. ഇന്നതിനകത്തൊരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലേ. ഇനിയിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് കഴിഞ്ഞവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ ഫുള്ള് പഠിച്ചു, എനിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ +2 സോഷ്യോളജിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്സ് കിട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്സുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് എക്സയും ഒക്കെ ആയിട്ട് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റെഡിയല്ലേ നിങ്ങളെ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഏതൊക്കെയാണ് അറിയാലോ. അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ. യെസ്, അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. നമുക്ക് നോക്കാം, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തലാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം. ഈ ഫസ്റ്റ് ചാപ്റ്റർ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ സമയമൊക്കെ എടുത്ത് നമ്മൾ പഠിച്ച ചാപ്റ്റർ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ബാക്കിയോട്ട് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഒന്ന് സ്പീഡിൽ നമ്മൾ പോയി പഠിച്ചിട്ടുണ്ടാവുക. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം എന്തൊക്കെ പഠിക്കാനുള്ളത്. പ്രിയർ നോളജ് ഓഫ് ദി സൊസൈറ്റി അല്ലെ, മുന്നറിവും സമൂഹവും എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്കിവിടെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെ, സ്വയം പ്രതിപതനം എന്നൊരു ടോപ്പിക്ക് നമ്മുടെ ഇവിടെ പഠിക്കാനുണ്ട്. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നമ്മൾ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആര് കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണ്? യെസ്, റൈറ്റ് മിൽസിൻ്റെ കോൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതിന് ചെറിയൊരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. പേഴ്സണൽ ട്രബിൾസും അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസും തമ്മിൽ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ അനലൈസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് വൺ വേർഡൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത് പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു കാലത്ത് ഞാനും നിങ്ങളൊക്കെ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു COVID-19 ഒരു സമയത്ത് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 2 വർഷത്തോളം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളുടെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയെ വെച്ച് ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷനോടെ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റിലൂടെയും ഒരു കോമൺ സെൻസ് നോളജിൻ്റെ കോൺസെപ്റ്റിലൂടെ നമ്മൾ നോക്കി കാണുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇത് പറയുന്നത്, ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യ ശാസ്ത്ര ഘടനയാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. സെക്കൻഡ് ചാപ്റ്റർ ആണ്. അടിപൊളി ചാപ്റ്റർ അല്ലേ? യെസ്. എന്താണ്, വാട്ട് ഈസ് ഡെമോഗ്രഫി? അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എന്തറിയണം, വാട്ട് ഈസ് ഡെമോഗ്രഫി? ഡെമോഗ്രഫി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്തറിയണം, ആ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കൽ നിർബന്ധമുള്ള ഘടകമാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുക. അത് ഈ ചാപ്റ്ററിൻ്റെ കാര്യം മാത്രമല്ല, ഏത് വിഷയം ആയിക്കോട്ടെ അത് നിങ്ങൾ ആ ചാപ്റ്റർ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് എന്ത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർവേ ആൻഡ് സെൻസസ് അല്ലേ. എന്താണ് സർവേയും സെൻസസും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ എന്നതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എനിക്കറിയില്ല മിസ് ചെയ്യുമെന്നും കൂടി പറഞ്ഞു തന്നാൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ സർവേയും സെൻസസും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം നമുക്ക് 2 മാർക്കിനും 1 മാർക്കിനൊക്കെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത് പറയുന്നത്, എന്താണ് തിയറീസ് ഓഫ് ഡെമോഗ്രഫി അല്ലെ. എന്താണ് ജനസംഖ്യാശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങളും തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ മാൽത്തൂസിയൻ തിയറി, അതുപോലെ തന്നെ പോപ്പുലേഷൻ ട്രാൻസിഷൻ തിയറി ഒക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എന്ത്, കോമൺ കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, സാമാന്യ സങ്കല്പങ്ങളും സൂചകങ്ങളും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറേ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കും. ഇപ്പോൾ ബർത്ത് റേറ്റ്, അതുപോലെ ഡെത്ത് റേറ്റ്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ്. നെക്സ്റ്റ് ആണ് എന്ത്, ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ
അല്ലെ, ഇന്ത്യയിലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ലിംഗാനുപാതം. നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് എന്തേ, നമ്മുടെ 1000 പുരുഷന്മാർക്ക് ഇത്ര സ്ത്രീകളെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും 1000 സ്ത്രീകളായിട്ട് നമ്മൾ സെൻസസിലൂടെ കാണുന്നില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അല്ല അങ്ങനെ ഒരു ഒരു അനുപാതം ഉണ്ടായിട്ടുണ്ടാവുക, അതിന് എന്ത് കാരണങ്ങൾ എന്നൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് എന്ത്, റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസസ്, ഗ്രാമീണ നാഗരിക വ്യത്യാസങ്ങൾ. അപ്പൊ അത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് ആണ് എന്ത്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, സാമൂഹ്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയും മാറ്റവും. ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാസ്റ്റ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ജാതിയും ജാതി വ്യവസ്ഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അവരുടെ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെ തന്നെ ജ്യോതിറാവ് ഫൂലെ, അങ്ങനത്തെ കുറച്ച് ആളുകൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് സാൻസ്ക്രൈസേഷൻ ആൻഡ് ഡൊമിനൻ്റ് കാസ്റ്റ്, അല്ലെ, സംസ്കൃതവൽക്കരണവും ആധിപത്യമുള്ള ജാതി, പ്രബല ജാതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അല്ലെ, ഗോത്ര സമുദായങ്ങളെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫാമിലി ആൻഡ് കിൻഷിപ്പ്, കുടുംബവും ബന്ധുത്വവും, ആൻഡ് ദളിത് ആൻഡ് മാർക്കറ്റ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമുക്ക് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ആണ് ഫോർത്ത് ചാപ്റ്റർ ആണ് എന്ത്, മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ. അപ്പോൾ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുക. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് മാർക്കറ്റ്, നിങ്ങൾ എന്തറിയണം അല്ലേ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മാർക്കറ്റ് എന്ന് അറിയണ്ടേ. അപ്പൊ എന്താ പഠിക്കുക, വാട്ട് ഈസ് മാർക്കറ്റ്. ദെൻ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് ആൻഡ് ഇക്കോണമി, അല്ലെ, വിപണിയും സമ്പദ് വ്യവസ്ഥയും സമൂഹശാസ്ത്ര വീക്ഷണത്തിൽ എങ്ങനെയാണെന്നുള്ളത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചേഞ്ചസ് ഇൻ വീക്ക്ലി മാർക്കറ്റ് ഡ്യൂ ടു കൊളോണിയൽ എക്സ്പെൻഷൻ, കൊളോണിയൽ വികാസം മൂലം ഇപ്പൊ ആഴ്ച ചന്തകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഇപ്പൊ ദോരയിലുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത് പറയുന്നത്, കൊളോണിയലിസം ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ മാർക്കറ്റ്സ്, കൊളോണിയലിസവും പുതിയ വിപണിയുടെയും ആവിർഭാവവും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദെൻ നെക്സ്റ്റ് ആണ് കൊമോഡിറ്റീസ് ആൻഡ് കൺസപ്ഷൻ, അല്ലെ, വാണിജ്യ ചരക്കും ഉപഭോഗവും എന്താണ്, ഇതും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. നെക്സ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ഓഫ് മാർക്കറ്റ്, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നമ്മുടെ വിപണികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. വിർച്വൽ മാർക്കറ്റ്, അല്ലെ, അതുപോലെ മാർക്കറ്റൈസേഷൻ ഒക്കെ എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് ഏതാണ്, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, സാമൂഹ്യ അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികളാണ് നമ്മുടെ 5ാമത്തെ പാഠം. ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ, ഇതിൽ ഓരോ ടോപ്പിക്സും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് സോഷ്യൽ ഇനീക്വാലിറ്റി, അല്ലെ, സാമൂഹ്യ അസമത്വങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പഠിക്കണം. അതുപോലെ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്താണ്, അല്ലെ, സാമൂഹ്യ ബഹിഷ്കരണങ്ങൾ, നിങ്ങൾ രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സോഷ്യൽ ഹൈറാർക്കിയിൽ നമുക്ക് സ്ട്രാറ്റിഫിക്കേഷൻ, അല്ലെ, വർഗീകരണങ്ങൾ, അതുപോലെ സ്റ്റാറ്റസ് ആൻഡ് റോൾസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ്. ദെൻ സ്റ്റീരിയോ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്ക്രിമിനേഷൻ, അതുപോലെ അൺടച്ചബിലിറ്റി ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഡിസ്ക്രിമിനേഷനും അൺടച്ചബിലിറ്റിയും ഈക്വൽ ആണോ, സെയിം ആണോ, അത് നിങ്ങളൊന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് എന്ത്, സ്റ്റേറ്റ്സ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് അഡ്രസ്സിംഗ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ ഡിസ്ക്രിമിനേഷൻ, ജാതി ഗോത്ര വിവേചനത്തിന് എതിരെ നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രീയേതര സംഘടനകളും എടുത്ത നടപടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ആ നടപടികളോ അതിൻ്റെ സ്കീമുകളൊക്കെ എന്തൊക്കെയാണെന്ന് എന്താണ് പഠിച്ചിരിക്കണം. ദെൻ ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ, അല്ലെ, അറിയാലോ, 2 മാർക്കിന് 1 മാർക്കിന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ, ഏതൊക്കെയാണ് പിന്നോക്കവർഗയുടെ കമ്മീഷനുകളൊക്കെ, അല്ലെ, ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. ദെൻ
നെക്സ്റ്റ് എന്താണ്? സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. എന്താണ്? സ്ത്രീകളുടെ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരങ്ങൾ. അതും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത് പറയുന്നത്? ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികളാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ പറയുമ്പോൾ. ഏതൊക്കെ ടോപ്പിക്കാന്ന് നോക്കാം. എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. സമുദായ സമത്വത്തിൻ്റെ പ്രാധാന്യം. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത്? കമ്മ്യൂണിറ്റി, നേഷൻ ആൻഡ് നാഷണൽ സ്റ്റേറ്റ്. അല്ലെ, സമുദായങ്ങള്, രാഷ്ട്രങ്ങള്, രാഷ്ട്ര ഭരണകൂടങ്ങള്. നെക്സ്റ്റ് ആണ് എന്ത്? റീജിയണലിസം ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രാദേശികവാദം. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസ്. അല്ലെ, എന്താണ്? ഇന്ത്യയെ ഭാഷാടിസ്ഥാനത്തിൽ പുനർസംഘടിപ്പിക്കണമെന്ന ആശയം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ദെൻ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻസ്. നെക്സ്റ്റ് ടോപ്പിക്കാണത് മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് നേഷൻ ബിൽഡിംഗ്. ന്യൂനപക്ഷ അവകാശങ്ങളും രാഷ്ട്ര നിർമ്മാണവും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ദെൻ കമ്മ്യൂണലിസം ആൻഡ് സെക്യുലറിസം. അല്ലെ, വർഗീയതയും മതനിരപേക്ഷതയും എന്താണ്? ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എന്താണ്? വാട്ട് ഈസ് കമ്മ്യൂണലിസം, വാട്ട് ഈസ് സെക്യുലറിസം നമുക്ക് പഠിച്ചു വെക്കാം. ദെൻ സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. അല്ലെ, പൊതുഭരണകൂടവും പൊതു സമൂഹവും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് +2 സോഷ്യോളജിയിൽ ഓണം എക്സാമിന് നമുക്ക് വരുന്നത്. ആ ചാപ്റ്റേഴ്സിലെ ടോപ്പിക്സുകളെല്ലാം മനസ്സിലായാലും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം എന്നുള്ളത്, ഏതൊക്കെ ഭാഗങ്ങൾ ടഫ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അറിയിക്കുക. മാത്രമല്ല നിങ്ങൾ എന്തും കൂടെ അറിയിക്കുക, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ യൂണിറ്റ് ടെസ്റ്റ് നടത്തി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.